ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ് പായിക്കാട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ശംശയ നമ്മോട് പറഞ്ഞ ഒരു വചനമുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28 വാക്യം 19. The Gospel of St. Matthew chapter 28 verse 19. അതിങ്ങനെയാണ് പറയുക: നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. നിങ്ങൾ ലോകമെങ്ങുമായി പോയി എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക. നിങ്ങൾ ലോകമെങ്ങും പോയി നിങ്ങളെല്ലാവരെയും ശിഷ്യപ്പെടുത്തുക. ഇതാണ് കർത്താവ് ശംശയ നമ്മോട് പറയുന്നത്. യേശു നമ്മോട് ഇപ്രകാരം കൽപ്പിച്ചു: ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ഗോ ആൻഡ് മേക്ക് disciples of all nations. Go and make disciples of all nations. അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ വിശ്വാസം കൈമാറപ്പെടുന്നത്? അതായത് ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്തുകൊണ്ടാണ് കൈമാറുന്നത്? നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഞാനൊക്കെ എപ്പോഴും അഭിമാനത്തോടെ എൻ്റെ പിതാവിനെ ഞാൻ ഓർക്കാറുണ്ട്. എന്നെ പ്രാർത്ഥനയിലേക്ക് കൈപിടിച്ചുയർത്തിയത് എൻ്റെ അപ്പനാണ്. എൻ്റെ അമ്മയേക്കാൾ ഉപരി ഞാൻ പറയും എൻ്റെ അപ്പനാണ്. കാരണം വിശ്വാസത്തിൻ്റെ തികവിൽ നിന്ന് എന്നോട് വചനം പറഞ്ഞു തന്നത് എൻ്റെ അപ്പനാണ്. ആ വിശ്വാസം ജീവിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് ഈ ഒരു വിശ്വാസത്തിൽ നിലനിൽക്കാൻ എന്നെ ആക്കിയത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. എന്നതുപോലെ മറ്റുള്ളവരിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും മാതാപിതാക്കൾ അവരുടെ വിശ്വാസം അവരുടെ മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുമാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരിലേക്ക് ഈ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് ഈ ദൈവത്തെ കൊടുക്കുക എന്നുള്ളത്. അത് നമ്മുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. മറ്റുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിനേക്കാളുപരി ദൈവത്തെ കൊടുത്താൽ അതിന് പ്രയോജനമുണ്ട്. ദൈവം പറയുന്നില്ലേ, എന്നെക്കൂടാതെ, ഈശോ പറയുന്നില്ലേ, എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. യു ക്യാൻ ഡു നത്തിങ് വിതൗട്ട് മീ. അത് യേശുവിൻ്റെ വാക്കാണ്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ് നാം വിശ്വാസം കൈമാറുന്നത്? നമ്മൾ വിശ്വാസം കൈമാറുന്നത് ഈശോ പറഞ്ഞു. ഈശോ അത് നമ്മോട് പറഞ്ഞു. എന്താണ്? നിങ്ങൾ പോയി, ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28 അധ്യായം 19 വാക്യം. Go and make disciples of all nations. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ UK ആയിട്ട് തരുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ വായിക്കാം, വളരെ മനോഹരമാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിയായി ആരും വിശ്വാസം പകർന്നു നൽകൽ, അതായത് ഇത് വിദ്യാഭ്യാസമുള്ള വിദഗ്ധരായ മനുഷ്യർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള, അധ്യാപകർ അങ്ങനെയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നല്ല. എല്ലാവരും അതിൽപ്പെടുന്നതാണ്. വിശ്വാസം കൈമാറാൻ ഉത്തരവാദിത്തമുള്ളവരാണ് എന്നാണ് UK ആയിട്ട് നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മനസ്സിലാക്കണം: കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. എനിക്ക് മാമോദീസായും സ്ഥൈര്യലേപനവും നൽകപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെപ്പറ്റി അറിയാനും സത്യത്തിൻ്റെ അറിവിലേക്ക് വരാനും ചുറ്റുമുള്ളവരെ സഹായിക്കാൻ എനിക്ക് കടമയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ടു ഹാൻഡ് ഓൺ ദ ഫെയ്ത്ത്. വൈ ഡു വി ഹാൻഡ് ഓൺ അവർ ഫെയ്ത്ത്? അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ വിശ്വാസം കൈമാറുക എന്നത്. വളരെ മനോഹരമായി മദർ തെരേസ നമ്മോട് ഇത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, മദർ തെരേസ പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ ഈ വഴിയരികിലൂടെയൊക്കെ
പവർ ലൈൻ, അതായത് ഇലക്ട്രിസിറ്റി കമ്പികൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്: തെരുവുകളിലൂടെ വൈദ്യുത കമ്പികൾ പാകിയിരിക്കുന്നത് നാം കാണുന്നു. അവയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെങ്കിൽ പ്രകാശമുണ്ടാവുകയില്ല. ഈ വൈദ്യുത കമ്പി നിങ്ങളും ഞാനുമാണ്. വൈദ്യുതി ദൈവമാണ്. നമ്മിലൂടെ വൈദ്യുതി ഒഴുകാൻ അനുവദിക്കാനും അങ്ങനെ ലോകത്തിന് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനും കഴിയും. ലോകത്തിൻ്റെ പ്രകാശം ആരാ? യേശുവാണ്. ലോകത്തിൻ്റെ പ്രകാശം യേശുവാണ്. അല്ലെങ്കിൽ അപ്രകാരം നാം ഉപയോഗിക്കപ്പെടാൻ സമ്മതിക്കാതിരിക്കാനും അങ്ങനെ അന്ധകാരം വ്യാപിക്കാൻ അനുവദിക്കാനും നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. ഇത് എന്നിലൂടെ ആർക്കും പ്രകാശം കൊടുക്കണ്ട, ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ അന്ധകാരം വ്യാപിക്കും. സോ we are the power line and the current is Christ. അല്ലെങ്കിൽ ദൈവമാണ് ആ പവർ. വൈദ്യുതി എന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ദൈവമാണ്. വി ആർ ദ പവർ ലൈൻ. അപ്പോൾ നമുക്ക് ആ ലൈനിലൂടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഉപയോഗപ്രദമാവുന്ന ലൈൻ എന്ന രീതിയിൽ, ആ കമ്പികൾ എന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. അത് നമ്മുടെ ഒരു വാക്കിലൂടെ, ഒരു ചിരിയിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ചോദ്യം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കണം. അതുപോലെ തന്നെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം വായിക്കില്ലേ? അതൊന്ന് പഠിക്കുക. നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. Go and make disciples of all nations. Amen.